ശരിക്കും ദേശീയ സംസ്കാരത്തിൻ്റെ വക്താക്കളായിട്ട് കേരളത്തിലുള്ളത് നവോത്ഥാന നായകന്മാരായിട്ടുള്ള ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും അതുപോലെയുള്ള ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളുമാണ്. പക്ഷേ കേരളത്തിൽ BJP എന്ന് പറയുന്നത് ഇവരുടെ പടങ്ങൾ വയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ചിന്തകൾ ഉൾക്കൊണ്ടുള്ള ഒരു മണ്ഡലം സൃഷ്ടിച്ചുകൊണ്ടുമല്ല, അവർ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതേപടി അനുകരിക്കുകയാണ്. അതുകൊണ്ടാവുമോ ഒരു പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ ഫുട് പ്രിൻറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് പിടിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് സാർ, ഈ ചോദ്യം എനിക്ക് ഇന്നലെ വലിയ തോതിൽ എൻ്റെ മനസ്സിലുണ്ടായി. അത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് കണ്ടപ്പോഴാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് കേരളത്തിലെ BJPയുടെ സ്ഥാപകരായ ഒരു സമീപകാല പ്രതിഭാസമാണുള്ളത്. ആ നേതാക്കളെക്കാളേറെ അദ്ദേഹം കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ആവർത്തിച്ച് ഉണർത്തുന്നത്. അത് BJPയുടെ ഒരു വലിയ സമ്മേളനത്തിലൂടെയാണ് നമ്മൾ ഓർക്കണം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നു, മന്നത്ത് പത്മനാഭനെ നിരന്തരമായിട്ട് ഓർമ്മിക്കുന്നു, മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് വളരെയേറെ വാഴ്ത്തി പറയുന്നു. ഇതിനു മുമ്പ് ഞാൻ ചിലത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിഗണന അത് പൊളിറ്റിക്കലാണ്. പക്ഷെ അങ്ങനെ വേണമല്ലോ പൊളിറ്റിക്സ്. അത് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ആദ്യം നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ദാക്ഷായണി വേലായുധൻ എന്ന പേര് ഉച്ചരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഞാൻ അതിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നിയ കാര്യം, പ്രേക്ഷകർക്ക് വേണ്ടി ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ കേരളത്തിൽ നിന്നുള്ള വനിതയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 11 പേരാണ് സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അതിൽ 3 പേര് മലയാളികൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് തീർച്ചയായിട്ടും ദാക്ഷായണി വേലായുധൻ. പുലയ സ്ത്രീയാണ്. ഇന്ത്യയിൽ ആദ്യമായി കുപ്പായിട്ട പുലയ സ്ത്രീ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവരുടെ പേര് പറയാൻ ഒരു പ്രധാനമന്ത്രി, അതും ഗുജറാത്തിൽ നിന്ന് വന്ന ഈ നോർത്ത് ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വലിയ നേതാവായ ഒരാൾ വന്നു. ഞാൻ പറയുന്നത്, ഇതിൽ എനിക്ക് തോന്നിയൊരു സന്തോഷം, BJP അതിന്റെ ആശയപരമായി വടക്ക് നിന്ന് തെക്കോട്ട് വരാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇവിടെ കഷ്ടപ്പെട്ടിട്ടും ക്ലച്ച് പിടിക്കാത്തത്. കാരണം കേരള ഹിന്ദുത്വം എന്നൊന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ആരിലൂടെയാണ് അത് പ്രക്ഷേപിക്കേണ്ടത്, ആരെയാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്? ആ ഒരു നയം മാറ്റം വരുന്നുവോ? അതാണ് എൻ്റെ ഒരു ശുഭകരമായ ഒരു സൂചനയായിട്ട് ഞാൻ കാണുന്നത്. കേരളത്തിലാണ് ഇവർ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ, ഇവിടെയാണ് ഹിന്ദുത്വം ഇവർ പറയുന്നതെങ്കിൽ, ഇവിടെ പറയേണ്ടത് കേരള ഹിന്ദുത്വമാണ്. കേരള ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജാതി പ്രവർത്തനങ്ങൾ പോലും ജാതീയതക്കും വർണ്ണവരയ്ക്കും വേണ്ടി ഉണ്ടാക്കിയതല്ല. അതാത് സമുദായങ്ങളെ മനുഷ്യരാക്കി തീർക്കാനാണ്. ജാതിയുടെ കളത്തിനപ്പുറത്ത് ആ കളങ്ങളും മതിലുകളും പൊട്ടിച്ച് മനുഷ്യരാക്കി തീർക്കാനുള്ള ഒരു നരനിർമ്മാണ പ്രക്രിയയായിരുന്നല്ലോ നവോത്ഥാനം. അതിന്റെ നായകസ്ഥാനത്തുള്ള മനുഷ്യരെ നരേന്ദ്രമോദി ഓർപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് നമ്മളോടൊന്നും അല്ല. ആ വർത്തമാനം മുമ്പിലും വേദിയിലും ഇരിക്കുന്ന BJP നേതാക്കൾക്ക് കൂടിയുള്ള ഒരു മെസ്സേജാണ്. കേരള BJPയെ കേരളൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുണ്ടായിട്ടുണ്ട്. തെലുങ്കാനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുപോലെ അല്ല കേരളത്തിൽ വന്നത്. മനുഷ്യസ്നേഹത്തിന്റെയും വിമോചനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മാർഗത്തിലൂടെയാണ് വന്നത്. എല്ലാ പാർട്ടികൾക്കും അതുണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ വലിയ കുറ്റം പറയുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി അല്ല, കേരള ജമാഅത്തെ ഇസ്ലാമി അത് വേറൊരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികളും ഇവിടെ കേരളത്തിന്റെ മണ്ണിനും സംസ്കാരത്തിനും ചേർന്ന മട്ടിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. BJPക്ക് അതിന് സമയമായോ? BJP മുസ്ലിം വിരുദ്ധത പറയുന്നത് അതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടി ആയതുകൊണ്ടാണ്. കാരണം അവിടെ ഇതിന് സ്കോപ്പ് ഉണ്ട്. അവിടെ വിഭജനം കണ്ടവരാണ്, പലായനം കണ്ടവരാണ്, കൂട്ടക്കൊലകൾ കണ്ടവരാണ്, ട്രെയിൻ ടു പാകിസ്ഥാൻ കണ്ടവരാണ്, നിരന്തരമായ വർഗീയ കലാപങ്ങൾ കണ്ടവരാണ്, ഹിന്ദു പാനി മുസ്ലിം പാനി കണ്ടവരാണ്. അവർക്കത് വിലപ്പോവും. കേരളത്തിൽ ഇപ്പോഴും ഇത് സ്വീകാര്യമാകാത്തത് ഇവർ വിചാരിക്കുന്നത് പോലെ ഇവിടെ കേരളത്തിൽ നല്ല നേതാക്കൾ ഇല്ലാത്ത ഒരു കാരണം ഉണ്ടാവാം. ജനപ്രിയരായ നേതാക്കൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗീയത, ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടാവാം, അഴിമതിയും ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരം ആശയപരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഈ ഒരു നയപ്രഖ്യാപനത്തിന് തിരുവനന്തപുരം കോർപ്പറേഷന് നയപ്രഖ്യാപന സമയമായിട്ടില്ല അത്രേ, അത് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ കേരള BJPയുടെ ഒരു നയവ്യതിയാനത്തിന്റെ പ്രഖ്യാപനമായിട്ട് ഞാൻ ആ പ്രസംഗത്തെ കാണുന്നുണ്ട്. CR എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയും അതത് പ്രാദേശിക സംസ്കൃതിയുടെ അല്ലെങ്കിൽ സാമൂഹിക വളർച്ചയുടെ തുടർച്ചയാവണം. അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി അന്യം നിന്ന് പോകുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ തുടർച്ചയല്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്നർത്ഥത്തിൽ തന്നെയാണ് വന്നത്.
എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോയി എന്ന ചോദ്യം അവിടെയുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല ആ വിഷയം, വേറൊരു വിഷയമായതുകൊണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഇതപര്യന്തം തുടർന്നു വന്ന വടക്കേ ഇന്ത്യൻ ഒരു RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാർ ബേസിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഇനി നടക്കില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്നത് അറിയാതെ തെക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് പുറത്ത് കടന്ന് BJPക്ക് വേറൊരു വേരുണ്ടാക്കാൻ ഇവിടെ കഴിയുമോ, അങ്ങനെ നിൽക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുമോ, BJPക്ക് ആകെ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അവരുടെ ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം പോലെയുള്ള വിഷയങ്ങൾ മുൻപോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ അത് വരിക, ആ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ കാണുന്ന അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മോദി അങ്ങനെ ശ്രമിക്കുമ്പോൾ പോലും ആ രാഷ്ട്രീയം എന്തായാലും കേരളത്തിൽ ഈ പറഞ്ഞ ആരെ വെച്ചും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു, ഇപ്പോൾ ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിനെയും മന്നത്ത് പത്മനാഭനെയും അദ്ദേഹം ചേർത്ത് നിർത്തുന്നത് കേരളത്തിലെ ചില സവിശേഷമായ താൽക്കാലിക രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുന്നു. അതിന് വെള്ളാപ്പള്ളിയുടെ ദൂതനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്. മനസ്സിലായോ? അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ് അത് പോണത്. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനായിട്ട് വിടണം. ആരാ തുഷാർ വെള്ളാപ്പള്ളി? മോദി ഇരുന്നപ്പോൾ റൈറ്റ് സൈഡിൽ ഇരുന്ന ആളെയാണ് വിടാൻ പോണത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് എത്രത്തോളം നടക്കും? പക്ഷേ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു സുകുമാരൻ നായർ പറഞ്ഞു. അല്ല സ്വീകരിക്കും, അല്ല അത് അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞതല്ല. സുകുമാരൻ നായരുടെ അടുത്തേക്ക് ദൂതനായിട്ട് വിടുന്ന ആൾ വെള്ളാപ്പള്ളിയുടെ മകൻ മാത്രമല്ല, മോഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മോഡിയുടെ വലതുവശത്തിരുന്ന ആൾ കൂടിയാണ്, NDA സഖ്യകക്ഷിയാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കല്ല, അതും പോണ്ട. കേരളത്തിൽ അങ്ങനൊരു ഇക്വേഷൻ, കേരളത്തിൽ അങ്ങനെ ഒരു ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ഉന്നയിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആസ്പദമാക്കി, അയ്യങ്കാളി ആസ്പദമാക്കി, മന്നത്ത് പത്മനാഭൻ ഞാൻ ഇതിലൊരു എക്സെപ്ഷനാണ്. മന്നത്ത് പത്മനാഭന് വേറൊരു റോളുണ്ട്, ഇത് രണ്ടുമുണ്ട്. ഈ റോളല്ല മുഴുവനുള്ളത്. അതുകൊണ്ടാണ് മന്നോ ശങ്കറും ചേർന്ന് 1948 49 ഒരു ഹിന്ദു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അന്ന് മുതൽ ഹിന്ദു മണ്ഡലം ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അത് പരാജയപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഇവർക്ക് ആക്സെപ്റ്റബിൾ ആവില്ല? പടമൊക്കെ കൊള്ളാം, ഗുരുവിനെ കൊള്ളാം, പക്ഷേ ശ്രീനാരായണ ഗുരു ഒരു കാലത്തും അന്യമതത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പല മതസാരവും ഏകമെന്ന് പറയുകയും ആലുവയിൽ വലിയ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഏത് മതമായാലും എന്താ സർവമതസാരവും ഏകം എന്നും പറഞ്ഞ ഒരാളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മതവിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ വെള്ളാപ്പള്ളി പരാജയപ്പെടുന്ന അവിടെയാ. ശ്രീനാരായണ ഗുരുവിന്റെ ആളാന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിരോധം പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരു തന്നെ ആലോചിച്ചതിന്റെ നെഗേറ്റ് ചെയ്യപ്പെടുകയാണ്. ശ്രീനാരായണ ഗുരു അവസാനിച്ചു ഇല്ല. മാത്രമല്ല ഇപ്പോൾ ഈ മറ്റേ ബ്രാഹ്മണ ശിവൻ അല്ലെങ്കിൽ ഈഴവ ശിവൻ, ബ്രാഹ്മണ ശിവൻ തുടങ്ങിയ സങ്കല്പനങ്ങൾ അതൊക്കെ വളരെ റെവല്യൂഷണറിയാണ്. ശരിക്കും വിപ്ലവാത്മകമായ ഒരു പടി തന്നെയാണ് ഗുരു മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതുപയോഗിച്ച് ഇവിടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഗുരുവിൻ്റെ. അയ്യങ്കാളിയുടെ അടുത്തും ഇതൊന്നും പറ്റാത്തവും. കാരണം അയ്യങ്കാളി മതത്തിലേ വിശ്വസിച്ചിരുന്നില്ല. അയ്യങ്കാളി ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ക്ഷേത്രപ്രവേശന സമരം. അയ്യങ്കാളി അറിയാണ്ടല്ല, അയ്യങ്കാളി ക്ഷേത്രപ്രവേശനത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ക്ഷേത്രമൊന്നും പോണ്ട, 10 ബിഎക്കാരുണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ വളരെ റേഷണലായ ഒരാളായിരുന്നു അയ്യങ്കാളി. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. ദൈവത്തെ കാരണം ഏത് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാലും ആ ദൈവം ഈ സവർണൻ എടുക്കുമെന്ന് അവർക്കറിയാം, അയ്യങ്കാളിക്ക് അറിയാം. അവിടെയാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരൊക്കെ സംസാരിച്ചത് നമ്മൾ തെറ്റിദ്ധരിച്ചത് അവനവൻ്റെ ജാതിക്കാരോടാണ്. യഥാർത്ഥ നവോത്ഥാന നായകന്മാരാരും അവനവൻ്റെ ജാതിക്കാരോടല്ല സംസാരിച്ചത്. ശ്രീനാരായണ ഗുരു സംസാരിച്ചത് ഈഴവരോടല്ല, ശ്രീനാരായണ ഗുരു സംസാരിച്ചത് മറ്റുള്ളവരോടാ. നിങ്ങളുടെ ശിവനാണ്, ഇത് ഞങ്ങളുടെ ശിവനാണ്, നിങ്ങൾ വിളിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അതുപോലെ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ കഥ തന്നെ അയ്യങ്കാളിയെക്കുറിച്ച് വീട്ടി ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ളതാണ്. EMS ഓർമ്മയുണ്ടായില്ല, പക്ഷെ വീട്ടി ഭട്ടതിരിപ്പാടിന് അയ്യങ്കാളി അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് ചെന്നിട്ട് എനിക്ക് ഊർജം തന്നത് അയ്യങ്കാളിയാണ്. അപ്പോൾ വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നമ്പൂതിരി സമുദായത്തിൽ ഏറ്റവും വിപ്ലവാത്മകമായി ഇടപെട്ട ഒരാളാണ് വീട്ടി. പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലേ EMSന് അയ്യങ്കാളി അറിഞ്ഞില്ല എന്നുള്ളത്. അല്ല, ഓർത്തില്ല, സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു. അല്ല, അത് ഓർത്തില്ല. അത് പോട്ടെ, ഞാൻ ആ തർക്കത്തിലല്ല. വീട്ടിയുടെ പിന്നാലെയാണല്ലോ EMS വരുന്നത്. അതെ, തീർച്ചയായും വീട്ടിയുടെ പിന്നാലെയാണ് EMS വരുന്നത്. എന്നിട്ടും അപ്പൊ വീട്ടിക്ക് പോലും
സ്വന്തം സമുദായത്തിൽ റവല്യൂഷൻ നടത്തുക. അതാണ് വീട്ടിയും വന്നതൊക്കെ സ്വന്തം സമുദായത്തിനകത്താണ് നടത്തിയെങ്കിൽ, അതും ഉന്നത ശീർഷരായ ജാതിക്കാർക്ക് നടത്തിയെങ്കിൽ, ഇവർ നടത്തിയത് നമ്മൾ തോന്നുന്ന പോലെ ഈഴവരോട് വൃത്തിയുള്ളവരാവണം, ഈഴവരോട് അത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നുള്ളതല്ല. ഇവർ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചലഞ്ചല്ല മറ്റുള്ളവരോടാ പറഞ്ഞത്. അയിത്തം പാടില്ല എന്ന് ആരോടാ പറയണ്ടേ? അയിത്തം പാടില്ല എന്ന് പറയുന്നത് സവർണരോടല്ലേ? കാണിക്കുന്നവരോടല്ലേ? അനുഭവിക്കുന്നവരോടല്ല. അപ്പൊ അയിത്തോച്ചാണ് ഗാന്ധി അത് ചെയ്തിട്ടുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സവർണരാണ് അമ്പലത്തിൽ കയറേണ്ടത്, അവർണർ കയറി അടികൊള്ളുകയല്ല വേണ്ടേ, സവർണർ കയറണം, സവർണർ കൂടെ കയറണം, സമരത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ മോഡി ഇപ്പോൾ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന് ശ്രമിക്കാം, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഏത് രാഷ്ട്രീയ നേതാവും അവനവൻ്റെ രീതി ശ്രമിക്കാം. പക്ഷെ കേരളത്തിൽ ഞാൻ കണക്കാക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് 2 വലിയ തടസ്സങ്ങളാണ്. അയ്യങ്കാളി മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുടെ സമരത്തിൽ തൊഴിലാളി നേതാവായിരുന്നു. മത്സ്യത്തൊഴിലാളികളുമായി രാജ്യത്തെ ആദ്യത്തെ കാർഷിക തൊഴിലാളി സമരം നടത്തിയ കർഷക തൊഴിലാളികളുടെ നേതാവായിരുന്നു. ഞാൻ പറഞ്ഞത് അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ നോക്കുക. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ്. സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എന്നിട്ടും ശ്രീനാരായണ ഗുരു അങ്ങനെ പറയരുതെന്ന് പറഞ്ഞില്ല. സജി ചെറിയാനെ തിരുത്താൻ പറ്റില്ല. ആളുകള് വാഗ്ബടാനന്ദൻ പരാതിപ്പെട്ടപ്പോ പറഞ്ഞത് അയ്യപ്പന്റെ പ്രവൃത്തി നോക്കൂ, അവനതൊക്കെ ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു നവോത്ഥാനത്തിന്റെ ഈ 2 പേർ, ഞാൻ പ്രത്യേകിച്ചും, പിന്നെ പൊയ്കയിലപ്പച്ചനും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പൊയ്കയിലപ്പച്ചന്റെ പേരും പറഞ്ഞു. അപ്പച്ചന്റെ അല്ല, ഈ ഒരു നവോത്ഥാന ധാര യഥാർത്ഥത്തിൽ ഇത് മറികടന്ന് ഹിന്ദുത്വം കൊണ്ടുവരണമെങ്കിൽ പണ്ഡിറ്റ് കറുപ്പന്റെ പേര് പറഞ്ഞു മോദി. അല്ല, പണ്ഡിറ്റ് കറുപ്പനോ അവരൊക്കെ, ഞാൻ എല്ലാ പേരും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അവരൊന്നും സംസാരിച്ചത് അവനവന്റെ സമുദായത്തോടല്ല. അതെ, സമ്മതിച്ചു. അവർ സംസാരിച്ചത് ഞങ്ങൾക്ക് എറണാകുളത്ത് കിടക്കണമെങ്കിൽ ആരനുവദിക്കണ്ടേ? പണ്ഡിറ്റ് കറുപ്പന്റെ അങ്ങനെയാണല്ലോ മറ്റേ സമ്മേളനം വരുന്നത്. ഞങ്ങൾക്ക് എറണാകുളം ചന്തയിൽ വരണമെങ്കിൽ ആരുടെ അനുവാദം വേണം? അനുവാദം തരണമെന്നാണ്. അത് ആ പാര മാറേണ്ടത് രാജാവും ഇവിടുത്തെ അധികാരികളുമാണ്. സവർണർ മാറണമെന്നാണ് പറഞ്ഞത്. അത് അവിടെ എത്രത്തോളം മോഡിയെ പോലെ ഒരാൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ വേണമെങ്കിൽ അത് ശ്രമിക്കാം. പക്ഷെ ശ്രമിച്ചാൽ പോലും ഈ തടസ്സങ്ങൾ മറികടന്ന് എങ്ങനെ മോഡിക്ക് കേരളത്തിൽ പേരുണ്ടാക്കാൻ കഴിയുന്നുള്ളത്, RSS പേരുണ്ടാക്കാൻ കഴിയുന്നുള്ളത് ചോദ്യമാണ്. അതെ, CR തുടങ്ങിയ ആദ്യത്തെ ഒരു വാക്ക് പ്രസക്താണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അത് കോൺഫ്ലിക്റ്റ് എന്ന വാക്കാണ്. ആ കോൺഫ്ലിക്റ്റ് നടക്കേണ്ടത് ആദ്യം RSSനും BJPക്കും അകത്ത് തന്നെയാണ്. ആ കോൺഫ്ലിക്റ്റിൽ ആദ്യത്തെ ചോദ്യം ഇവരുടെ ഒരു അടിസ്ഥാന ചോദ്യമാണ്. ഹിന്ദു എന്നിവർ പറയുന്ന ഹിന്ദു കൾച്ചറാണോ, റിലീജിയനാണോ? അല്ല, അതാണ് ചോദ്യം. ഞാൻ പറയുന്നത് ഹിന്ദു എന്നൊരു കൾച്ചറിനെ കുറിച്ച്, ഹിന്ദു എന്നൊരു റിലീജിയനെ കുറിച്ച് ഇവരാരും സംസാരിച്ചിട്ടില്ല. ഇല്ല, കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ആരും സംസാരിച്ചിട്ടില്ല. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെയും നയം എന്ന തലത്തിലേക്ക് കോൺഫ്ലിക്റ്റ് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. RSS നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു മതമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ പേര്. ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദു മതത്തിൽ പെടാത്ത ആൾക്കും കയറാം, യേശുദാസിന് കയറാം. ഹിന്ദു ഇന്ത്യൻ സംസ്കാരം ഏറ്റവും ആഴത്തിൽ ഉൾക്കൊള്ളുന്ന തീർച്ചയായിട്ടും കയറാം. അതോടെ പ്രശ്നം എന്താ അറിയോ, ഇതില് നമ്മൾ ടാക്ടിക്കൽ വർത്തമാനവും പ്രാക്ടിക്കൽ പൊളിറ്റിക്സും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ കൾച്ചറാണെങ്കിൽ, ഇപ്പോൾ ഷാജഹാനും അക്ബറും ആ കൾച്ചറിന്റെ അപ്പൊ പിന്നെ എന്തിനാ ബാബറിന്റെ പള്ളി പൊളിക്കുന്ന കാര്യം? അപ്പൊ പിന്നെ എന്തിനാണ് മുസ്ലിം പള്ളിക്ക് എന്താ പ്രശ്നം, ക്രിസ്ത്യൻ പള്ളിക്ക് എന്താ പ്രശ്നം? ഞാൻ വിചാരിക്കുന്നത് ശരിയാണ്. ബേസിക് ക്വസ്റ്റ്യൻ തന്നെ ഈ ചോദ്യത്തിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്, അത്തരം ഒരു കോൺഫ്ലിക്റ്റ്, അത്തരം ഒരു ഡിബേറ്റ് BJPക്കകത്തും RSSനകത്തും ഉയർത്താൻ മോദിയുടെ ഈ പ്രസംഗം ഉപകരിക്കൂലേ എന്നാണ് എന്റെ ചോദ്യം. അത് ആ തരത്തിലേക്ക് സൗത്ത് ഇന്ത്യയിലെ BJP നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഒരു കേരള BJPയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ മൗലികമായി മാറ്റം വരുത്താൻ തയ്യാറാവേണ്ട വിധത്തിലുള്ള ഒരു നാഷണൽ ഡിബേറ്റ് അത് വരാൻ സാധ്യതയില്ലേ? സാധ്യത കുറവ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മേജർ ചങ്ക്, അധികാരത്തിന്റെയും പാർട്ടിയുടെയും മേജർ ചങ്ക് വടക്കാണ്. അവർക്ക് നിങ്ങൾക്ക് UPയും ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒഴിവാക്കിക്കൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ ഭരിക്കാൻ അത് മതി. അത് മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസ്, ഞാൻ അതിലാണ് ഞാൻ കാണുന്നത്, കോൺഗ്രസ് വളരെ ലൂസ് ആയതുകൊണ്ട് കോൺഗ്രസിന് ഇതൊക്കെ നടക്കും. ഒരു ലൂസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൽ അവിടെയാണ് ഇന്ത്യയുടെ ഈ വൈവിധ്യം
അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വളർന്നിട്ടുള്ളത്. ഗാന്ധിയെ പറ്റിയൊക്കെ പറയുന്ന പോലെയുള്ള സംഗതി. പക്ഷേ അങ്ങനെ ഒരു വൈവിധ്യം അംഗീകരിച്ചുകൊണ്ട് വളരുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ BJPക്ക് ഉണ്ടാവണമെങ്കിൽ BJP ഇന്നുള്ള അടിസ്ഥാന തത്വങ്ങളിൽ നിന്നൊക്കെ മാറേണ്ടി വരും. കാരണം ഈ RSS കേന്ദ്രീകൃതമായ RSS നിയന്ത്രിക്കുന്ന ആ ഒരു സാധനമാണ് BJP എന്ന് ഏതാണ്ട് അവർക്കൊക്കെ അറിയാം. സംഘപരിവാറിനെ അങ്ങേറ്റം ശരിയാണ്. RSS ആണ് യഥാർത്ഥത്തിൽ വളർന്നത്, BJP അല്ല. അപ്പൊ പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ അത് കേരളത്തിൽ എളുപ്പത്തിൽ ഓടില്ല എന്നാ ഞാൻ ഈ പറയണേ. ശ്രീനാരായണ ഗുരുവിൽ തട്ടും, അയ്യങ്കാളിയിൽ തട്ടും, പൊയ്കയിലപ്പച്ചനിൽ തട്ടും, മന്നത്ത് പത്മനാഭൻ ചിലപ്പോൾ കുറച്ച് കൂടെ നിന്നേക്കും, ഒക്കെ നിന്നേക്കും. അല്ല, പുതിയ കാലത്ത് ടാക്ടിക്കലി എന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ ജാതി സമവാക്യങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിക്കുന്ന കാലത്ത് അവരുടെ രണ്ടുപേരുടെയും ആചാര്യന്മാരെ എടുത്തിട്ട് ഇതാ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും. മാത്രമല്ല ഈ രണ്ടുപേരും ചേർന്നിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനുള്ള ഒരു പുതിയ പൊളിറ്റിക്സും. മാത്രമല്ല സുരേഷ് ഗോപിയോട് സുകുമാരൻ നായർ പച്ചക്ക് വിളിച്ച് പറയുകയാണ്, താൻ തൃശ്ശൂർ വേണമെങ്കിൽ എടുത്തോ, ഇങ്ങോട്ട് വേണ്ട, മന്നത്തും ഈ പെരുന്നയിലേക്കും കയറി കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ടാക്ടിക്കലായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ അതിന് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ സാധ്യതയുണ്ടോ? ഐഡിയോളജിക്കൽ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡിയോളജിക്കലി ഒരു കറക്ഷന് വേണ്ടിയിട്ട് കേരള BJP എങ്കിലും തയ്യാറാവുമോ എന്നതാണ് അടിസ്ഥാന ചോദ്യം. സാധ്യതയില്ല, കാരണം വടക്കേ ഇന്ത്യൻ BJP അതിശക്തമാണ്, കേരളത്തിലെ BJP അല്ല. അതാ ഞാൻ പറഞ്ഞു, കോൺഗ്രസിനാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ശബ്ദം കിട്ടാം, പക്ഷേ മറ്റതൊരു പ്രസക്തിയില്ല ഇവിടെ നിന്നുള്ളൊരു ശബ്ദത്തിന്. കാരണം ഇപ്പോ വേണ്ട. അതായത് ഇപ്പൊ യുദ്ധമുറി തുറന്നിരിക്കുകയാണ്, വാർ റൂം തുറന്നിരിക്കുകയാണ്. അതിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് അമിത്ഷായാണ്. കേരളത്തിൽ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്ന മുദ്രാവാക്യം അതാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റു പറഞ്ഞ വികസനത്തിൻ്റെ. പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ശബരിമല ഞങ്ങൾ വിഷയമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിലേക്കാണ് സാർ ഉദ്ദേശിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ തലം അവർക്ക് കേരളത്തിലില്ല എന്നുള്ളത് തന്നെയാണ്. തന്നെയല്ല, സാർ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ, കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ആ മന്നത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ആ രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞു, ആ രണ്ട് സംഘടനകളും കൂടെ ഒന്നു ചേർന്ന് പിണറായി വിജയനെ വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലുമാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും അതുപോലെ തന്നെ സങ്കീർണത എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും BJPയും അതിന്റെ അഖിലേന്ത്യാ നേതൃത്വവും കേരള നേതൃത്വവും എങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് കഴിയൂ. അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.